നമസ്കാരം. നമുക്ക് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മരങ്ങളെ പോലെ എന്ന് പറയാം, ലൈക്ക് ട്രീസ്. അതിന് ബ്രാഞ്ചസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഇലകളുണ്ടാവാം, അതുപോലെ തന്നെ റൂട്ടുകളുണ്ടാവാം, കൊമ്പ് അല്ലിച്ചില്ലി കൊമ്പുകളുണ്ടാകും നമുക്ക്, അതുപോലെ തന്നെ വേരുകളുണ്ടാവും, അതുപോലെ തന്നെ അതിന് ഇലകളും ഉണ്ടാവും. ചില ഫ്രണ്ട്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇലകളെ പോലെയാണ്. ഇല എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ചുറ്റും നമുക്ക് വളരെയധികം നിഴലൊക്കെ തരും, അതുപോലെ തന്നെ തണൽ തരും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു കാറ്റോ കോറോ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് കൊഴിഞ്ഞു പോകുമെന്നാണ് പറയാം. അതുപോലത്തെ ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. പക്ഷെ അവർ നല്ല തുണയായിരിക്കും നമുക്ക്, പക്ഷേ ചില സമയങ്ങളിൽ അതങ്ങ് കൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് ചില ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞാൽ കൊമ്പ് പോലെ, അതുപോലെ തന്നെ ശിഖരങ്ങൾ പോലെ. ഈ ശിഖരം എന്ന് പറയുന്നത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, പക്ഷേ എപ്പോഴും അത് പൊട്ടി വീഴാൻ നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്തായിരിക്കും അത് കടപുഴകി പൊട്ടി വീഴുന്നത്, ആ ശിഖരം എന്ന് പറയുന്നത്, അതിൻ്റെ കൊമ്പും ചില്ലിയൊക്കെ. അത് അങ്ങനത്തെ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പക്ഷേ ചില ഫ്രണ്ട്സുകളുണ്ട് നമുക്ക് വേര് പോലെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സുകൾ. അവരെങ്ങനെയാണെന്ന് പറയാം, കടപുഴകി വീഴുന്നത് വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അവരെന്നാണ് പറയാം. കാരണം എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായാലും, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി, മെൻ്റലി, ഫിസിക്കലി, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ബ്രേക്കപ്സിലൊക്കെ വന്നാലും ആ ഫ്രണ്ട്സുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതിന് കാരണം എന്താണെന്ന് അറിയാം, അവർ വേരാണ് നമ്മുടെ. അങ്ങനത്തെ ഫ്രണ്ട്സുകളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെയുള്ള ഫ്രണ്ട്സുകൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. താങ്ക് യു.